സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവ. സുരേശ, വേവന്മാരുടെ ഈശ്വരനാണ് ഭഗവാൻ. ശോഭനമായിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നവൻ, ഹവിസ്സു സ്വീകരിക്കുന്നവൻ എന്നെല്ലാം സുരേശ ശബ്ദത്തിന് അർത്ഥമുണ്ട്. ശരണം, ദുഃഖിതരുടെ ആർത്തിയെ ഇല്ലാതാക്കുന്നു. ശർമ്മ, പരമാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. വിശ്വരേത, വിശ്വത്തിന് കാരണമായിട്ടുള്ളവൻ. പ്രജാഭവ, സകല പ്രജകളുടെയും ഉത്ഭവസ്ഥാനമായിരിക്കുന്നത് ഭഗവാനാണ്. അഹ, പ്രകാശരൂപൻ. സംവത്സര, കാലരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. കാലരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവാണ് സംവത്സരൻ. വ്യാളഹ, സർപ്പത്തെപ്പോലെ പിടിക്കാൻ കഴിയാത്തവൻ. മായയാൽ പ്രപഞ്ചത്തെ വഞ്ചിക്കുന്നവൻ. പ്രത്യയ, പ്രജ്ഞാസ്വരൂപനാണ് ഈശ്വരൻ. ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുടെ കൂടെ ചേരുമ്പോൾ അർത്ഥമുണ്ടാക്കുന്നതുമായ പദത്തിനും പ്രത്യയമെന്ന് പറയും. സർവദർശന, എല്ലായിടത്തും കാണുന്നവൻ. സർവവും ദർശിക്കുന്നവൻ. ഇന്ദ്രിയവേദ്യമായ അറിവ് എന്നെല്ലാം അർത്ഥം പറയാം. സർവ കാഴ്ചപ്പാടുകളും തത്വസംഹിതകളും ഭഗവാൻ തന്നെയാണ്.